നേരിട്ട് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. സോ ഇവർക്ക് ആർക്കും യൂട്യൂബ് ഇല്ല, വാട്സപ്പ് ഇല്ല. രാവിലെ എഴുന്ന് എന്താ പറയുക, പല്ല് വിലയ്ക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ടി വി വെച്ചാൽ തന്നെ, ടി വി ഓൺ ചെയ്താൽ തന്നെ കോൺട്രവേഴ്സിയാണ്. എല്ലാവരും എന്നെ കണ്ടിട്ട് ഞാൻ എത്ര പ്രാവശ്യം കേട്ടെന്നറിയോ, നീ പൊട്ടനാ, ദിസ് ഇസ് റോങ്, ഇത് ഫേമസ് സ്റ്റൈല് കേട്ടുകൊണ്ടേ വരുവാണ് ഇവിടെ അല്ലേ. ഞാൻ ഒരു ചെറിയ ഒരു ഫംഗ്ഷനായിരിക്കും, ഒരു നല്ലൊരു ഫംഗ്ഷനായിരിക്കും വിചാരിച്ചു. പക്ഷേ ഇത് ഒരു വലിയൊരു ഫെസ്റ്റിവലാണ്. இது கேட்கல. ஆக்சுவலி நான் എറണാകുളത്തുനിന്ന് ഇവിടെ ആളത്തി എത്തിയത് 2 മണിക്കൂറാണ്. തൊട്ടടുത്ത് റംസ ഹോട്ടലിലായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ 2.5 മണിക്കൂർ എടുത്തു. അതാണ് ഞങ്ങളുടെ മറൈൻ എക്സ്പ്ലോറർ. ഇത്രയും ഒരു കാര്യം അത് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഇത്രയും ഷോർട്ട് ഡിസ്റ്റൻസില് എന്നെ സ്നേഹിക്കുന്ന ഇത്ര പേരുണ്ടായിരുന്നു ഒരു കാര്യം. എന്നെ കാണുമ്പോൾ ഓരോരുത്തരും വണ്ടി നിർത്തി, ഓരോരുത്തരും കൈ കാണിച്ച് ഫ്ലൈങ് ഇഷ്ടപ്പെട്ട് എന്റെ ഫേമസ് ഡയലോഗൊക്കെ പറഞ്ഞു. ഏതാ ഫേമസ് പ്രോഗ്രാം പറഞ്ഞിട്ടാണ് തിരിച്ചത്. പറഞ്ഞാണെങ്കിൽ പറഞ്ഞു മറയിനകത്ത് കൊടുത്തിരുന്നു. പക്ഷെ ശരിക്കും പറയാൻ ഒരു പ്രോഗ്രാമോ സാധാരണ ഒരു ഫംഗ്ഷനോ അല്ല, ശരിക്കും ഇതൊരു ഫെസ്റ്റിവലാണ്. എല്ലാവർക്കും അറിയാമോ, പിന്നെ തമിഴ്നാട്ടിലെ പൊങ്കലാണ് ഭയങ്കര ഫംഗ്ഷൻ. തമിഴ്നാടുடைய കൾച്ചർ പ്രകാരം എല്ലാവരും അവരുടെ വീട്ടിലിരുന്നിട്ട് ഞാൻ രാവിലെ പൊങ്കൽ പൊങ്ങുപോകും. പക്ഷെ അതുപോലും വിട്ടിട്ട് ഇവിടെ വാക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ തമിഴ്നാട്ടിലെ പൊങ്കൽ വിട്ടിട്ട് നിങ്ങളുടെ ആലപ്പിയുടെ മരണൊക്കെ ഷോ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ എന്റെ സ്നേഹം കൂടെ നിങ്ങൾ തിരിച്ചറിയും. ഇത് മുമ്പേ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇറങ്ങുന്ന പാട്ട് പാടാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ദേശീയ
മറ്റേ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു, ചുമ്മാ പറഞ്ഞാലോ എനിക്കൊന്ന് ചാടാൻ പറ്റുമോ, ആ വെള്ളത്തിലൊക്കെ ചാടാൻ പറ്റുമോ. ആളുകൾ സീരിയസ് ആയിട്ട് എടുത്തു. ഞാനിവിടെ എത്തിയപ്പോൾ വേറെ ഡ്രസ്സ് ടീഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, ഷർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, സീരിയസ് ആയിട്ട് എന്തായാലും ഒരു ദൈവത്തിൻ്റെ അത്ഭുതം തന്നെയാണ് ഈ മരം എന്ന് പറഞ്ഞത്. ഇത്രയും അടുത്ത് എത്ര അത്ഭുതകരമായ ഒരു ക്രിയേഷൻ, ദൈവത്തിൻ്റെ ഒരു ക്രിയേഷൻ നമുക്ക് കാണാൻ സാധിച്ചതിൽ വളരെ നന്ദി പറയുന്നു. അതേപോലെ DQF ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. ഈ DQF ഇത്രയും നല്ല ഒരു അച്ചീവ്മെന്റിന് ആദ്യമേ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. ആദ്യം മാത്രമല്ല, കേരളത്തിൽ നിൽക്കുന്ന ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ ചെയ്യാൻ പോകുന്ന അടുത്ത് എനിക്ക് തോന്നുന്നു നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ വരാം കേട്ടോ. വേറെന്താ വിശേഷം? എന്താ നിങ്ങൾ ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആൽബിയൻസ് നിങ്ങളോടാണ് ഈ ചോദ്യം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാരെയും കട്ടിപിടിച്ച് ഷൂട്ടിംഗ് തുടങ്ങി. ട്രെയിലർ വരും, അടുത്ത് തന്നെ ട്രെയിലർ ഇറങ്ങും. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അടിച്ച് ജയിച്ചിരിക്കും തോന്നുന്നു. അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ്ലി ഈ പ്രോഗ്രാം മമ്മൂക്ക കാണുമായിരിക്കും അല്ലേ? ആലപ്പിക്കാരുണ്ട്. മമ്മൂക്കാരുടെ എന്ത് പറയുന്നു? ബിഗ് ബി ടു പിള്ളേരെ ആ പടം പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം. തുഞ്ചത്താൽ Thank you so much. Thank you so much. Thank you so much.
ബീച്ചിന്റെ അനുഭവം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഈ അക്കോ ഷോയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടിട്ട്? ഞാൻ പറഞ്ഞല്ലേ, മൈക്കിൽ പറഞ്ഞല്ലേ, ഞാൻ ഒരു ചെറിയ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഒരു നല്ലൊരു ഫംഗ്ഷൻ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഇത് ഒരു വലിയ ഒരു ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ വരെ ഫംഗ്ഷൻ വരെ ഒരു 100 പേര് കൂടിയാലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് തീരും. ഇത് ഒരു ഡിസ്ട്രിക്റ്റ് ചേരുന്നത്, ഡിസ്ട്രിക്ട് മാത്രമല്ല, പുറത്തിരുന്ന് എല്ലാവരും വന്ന് കാണുക. തൊട്ടടുത്താണ് എൻ്റെ ഹോട്ടൽ, താമസിക്കുന്ന ഹോട്ടൽ. അവിടെ നിന്ന് ഇവിടെ എത്താൻ തന്നെ എറണാകുളത്തുനിന്ന് ആലപ്പി എത്തുന്നേക്കാളും ടൈം കൂടിപ്പോയി. അത്രയും ക്രൗഡാണ്. ഞാൻ അവിടെ നിന്ന് ഹോട്ടലിലേருந்து ഇവിടെ എത്തുന്നവരെ ജസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ ആയിരിക്കും. എല്ലാവരും എന്നെ കണ്ടിട്ട് ഞാൻ എത്ര പ്രാവശ്യം കേട്ടെന്നറിയോ, നീ പൊട്ടനാ, ദിസ് ഇസ് റോങ്, ഇത് ഫേമസ് സ്റ്റൈല് കേട്ടുകൊണ്ടേ വരുവാണ്. ഇവിടെ ഭയങ്കര ജനം എന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡാണ്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ പത്രക്കാരൻ നിങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇന്ന് രാവിലെ കൂടെ കോൺട്രവേഴ്സിയാണ് എന്നെ കുറിച്ച്. രാവിലെ എഴുന്ന് എന്താ പറയുക, പല്ല് വിലയ്ക്കും ഭക്ഷണമൊക്കെ കഴിച്ച് TV വെച്ചാൽ തന്നെ, TV ഓൺ ചെയ്താൽ തന്നെ കോൺട്രവേഴ്സിയാണ്. അതെല്ലാം മറക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേര് ഇവിടെ ഉള്ളത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ അവരോടൊപ്പം ഇരുന്ന് ഇത് ആഘോഷിക്കാൻ കഴിഞ്ഞതിന് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ ദൈവത്തിൻ്റെ ക്രിയേഷൻസാണ് ഇതൊക്കെ, അല്ലേ? ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. സോ ഇവർക്ക് ആർക്കും യൂട്യൂബില്ല, വാട്സപ്പില്ല, വേറെ ഒന്നല്ല. ഇതിൽ ഒരു എന്താ പറയുക, ബ്യൂട്ടി മാത്രമേ ഉള്ളൂ. ലൈഫിൽ ചില സമയം ചില നേരം സ്ട്രെസ്സൊക്കെ മാറണമെങ്കിൽ ഇതുപോലെ ഒരു നേച്ചറോടെ നമ്മൾ കൂടുന്നത്, നല്ല ഒരു ഫെസ്റ്റിവലിൽ ചേരുന്നത്, ഫാമിലിയുമായിട്ട് എല്ലാവരും കൂടെ ചേരുന്നത് വളരെ സന്തോഷം തരും. അത് മാത്രമല്ല, എന്താ പറയുക, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ സീൻ ആയിരിക്കും ലൈഫിൽ.